Hey guys, welcome back. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സങ് ജിൻ ഹു ഇൻ സോളോ ലെവലിംഗ് ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സങ് ജിൻഹുവിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നും പിന്നെ എങ്ങനെയാണ് അവന് ഗോഡ് ലെവൽ പവേഴ്സ് കിട്ടിയെന്നും പിന്നെ സങ് ജിൻഹുവിൻ്റെ മെയിൻ അറൈസസ് ഒക്കെ ആരാണ്. അപ്പോൾ നമ്മുടെ സങ് ജിൻഹുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ച് 8-നാണ്. പിന്നെ നമ്മുടെ സങ് ജിൻഹുവിൻ്റെ അച്ഛൻ ആരാന്ന് നോക്കുവാണെങ്കിൽ സങ് ഹ്വാനാണ്. ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ആയിരുന്നു സോളോ ലെവലിംഗിൽ. പിന്നെ അവൻ്റെ അമ്മ ആരാന്ന് നോക്കുവാണെങ്കിൽ പാർക്ക് ഹ്യൂ ആയിരുന്നു. പുള്ളിക്കാരത്തിക്ക് കോമ പോലത്തെ എന്തോ ഒരു അസുഖവും പ്രാപിച്ചു കിടക്കുവാനും നമ്മൾ ആനിമെ കണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സങ് ജിൻഹുവിന് ഗോഡ് ലെവൽ പവേഴ്സ് കിട്ടിയതാണ്. സങ് ജിൻഹു ഒക്കെ ഒരു ഡബിൾ ഡഞ്ചനിൽ പോയി അവിടുന്ന് ഒരു ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ സങ് ജിൻഹുവിന് ഷാഡോ മൊണാക്സിൻ്റെ പവർ കിട്ടുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ഷാഡോ ആരാന്ന് നോക്കുകയാണെങ്കിൽ ഇഗ്രീസ് ആയിരുന്നു നമ്മളെ ഫസ്റ്റ് ഷാഡോ. ഇപ്പോൾ പുള്ളിക്കാരൻ കറൻലി മാക്സ് ലെവലിലാണ് നിൽക്കുന്നത്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജിൻഹുവും എസിയലും ആണ്. അറ്റാക്കിംഗ് സ്റ്റൈൽ ഡാഗർ വെച്ചാണ് നമ്മൾ ആനിമയിലെല്ലാം കണ്ടതാണ്. അടുത്തായിട്ട് നോക്കാൻ പോകണമെങ്കിൽ സങ് ജിൻഹുവിൻ്റെ മെയിൻ അറൈസസ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇഗ്രീസ് ആണ്. റെഡ് ബ്ലഡ് കമാൻഡർ എന്നാണ് പുള്ളിയുടെ നെയിം വന്നിട്ടുള്ളത്. പുള്ളി എങ്ങനെ കിട്ടിയെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഡെഞ്ചനിൽ പോയപ്പോഴാണ് നമുക്ക് സങ് ജിൻഹുവിനെ അറൈസ് ഷാഡോ എക്സ്ട്രാക്ഷൻ്റെ പവർ കിട്ടി റെഡ് ബ്ലഡ് കമാൻഡറിനെ നമുക്ക് സങ് ജിൻഹുവിൻ്റെ ടീമിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അടുത്തതിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത ആരാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ബെറു ആണ്. നമ്മുടെ ജിൻഹുവിന് ബെറുവിനെ കിട്ടുന്നത് ജിജു ഇസ്ലാൻഡ് ഐലൻഡിൽ വെച്ചാണ്. ആ ഫൈറ്റൊക്കെ നമ്മൾ കാണേണ്ടതാണ്. മാസ്മരിക ഫൈറ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ പവറിനെ കുറിച്ച് നോക്കണം, നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് തരാൻ നോക്കാം. അടുത്താണ് നമ്മുടെ ഷാഡോ മൊണാക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെല്ലിയനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ്റെ പവറൊക്കെ ഒരു പീക്ക് ലെവലാണ്. നല്ല കിട്ടിലും ഫൈറ്റിംഗ് ഒക്കെ നമുക്ക് കാഴ്ചവെച്ചാണ്. അടുത്ത നമ്മുടെ ടാസ്ക് ആണ്. ഒരു ഹൈ ലെവൽ ഓർക്കാണ് ടാസ്ക്. ഗ്രാവിറ്റിയെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു കിടിലം പവേഴ്സൊക്കെ ഉള്ള ടാസ്ക്കാണ്. നമ്മുടെ സങ് ജിൻഹുവിന് മെയിനായിട്ട് വേണ്ട ഒരാൾ തന്നെയായിരുന്നു ടാസ്ക്. സങ് ജിൻഹുവിൻ്റെ ഫേവറേറ്റ് ഷാഡോ ആയിരിക്കും നമ്മുടെ ബെറു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് അറിയാം പുള്ളിക്കാരൻ്റെ മെയിൻ പവറാണ് എലിക്സർ ഓഫ് ലൈഫ് ഒക്കെ ആ മാക്സ് ലെവലൊക്കെ ആക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. ചാഹേനെയും പിന്നെ പുള്ളിക്കാരൻ്റെ അമ്മേനെയും ഒക്കെ പുള്ളിക്കാരൻ റിവൈവ് ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ്. സങ് ജിൻഹുവിൻ്റെ മെയിൻ പവറാണ് ഷാഡോ എക്സ്ട്രാക്ഷനും ഷാഡോ എക്സ്ചേഞ്ചും ബ്രൂഡേഴ്സ് അതോറിറ്റി ഒക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.